dear students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my 6th video on operating system, and we will continue with the classical problems of synchronization. The second classical problem of synchronization is the reader-writer problem, and the reader-writer problem has two processes, that is the reader's process and writer process. Reader process means the data in a file can be shared only for reading, and no other activities will be taken place. And writer process means it can two operations can take place, that is the reading operation as well as the writing operation. ഇപ്പോൾ റീഡർ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് റീഡിങ് പ്രോസസ്സ് മാത്രമേ നടക്കുകയുള്ളൂ. റൈറ്റർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, നമുക്ക് ആ ഫയലിനെ എന്ത് ചെയ്യാം, വി ക്യാൻ ചേഞ്ച് ഓൾട്രേഷൻസ് വരുത്താനായിട്ട് പറ്റും. സോ വി ഹാവ് ടോൾഡ് ദർ വിൽ ബി ടു processes, that is reader process and writer process. And if a file is shared between the reader as well as the writer process, നമ്മൾ ഒരു ഫയലിനെ തന്നെ റീഡർ പ്രോസസ്സിലും റൈറ്റർ പ്രോസസ്സിലും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ക്യാൻ ഒക്കെ സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ്, ദാറ്റ് ഈസ് ഒന്നുകിൽ ആർ പ്രോബ്ലം ഒക്കെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ RW. ഓക്കെ, ആറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റീഡിങ്, ഡബ്ല്യുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റൈറ്റിംഗ്. അപ്പോൾ ആർ വരാം, RW വരാം, WR വരാം, ആൻഡ് WW വരാം. RR മീൻസ് റീഡിങ് ആൻഡ് റീഡിങ്. ഇപ്പോൾ രണ്ട് പ്രോസസ്സ് റീഡ് ചെയ്യാൻ മാത്രമാണ് ഒരു ഫയലിനെ ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു സെയിം ഫയലിനെ റീഡിങ്ങിന് മാത്രമായിട്ടാണ് രണ്ട് പ്രോസസ്സ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, അത് പോസിബിളാണ്. പക്ഷേ ഒരു പ്രോസസ്സ് റീഡിങ്ങും അടുത്തൊരു പ്രോസസ്സ് സെയിം ഫയലിനെ തന്നെ റൈറ്റിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് ഫസ്റ്റ് പ്രോസസ്സ് റീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, സെക്കൻഡ് പ്രോസസ്സ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, എന്നാലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് ഫസ്റ്റ് പ്രോസസ്സ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, സെക്കൻഡ് പ്രോസസ്സ് റീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇനി അടുത്തൊരു കേസ് വരാം എന്നുള്ളത്, രണ്ട് പ്രോസസ്സും സെയിം ഫയലിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആ ഒരു കേസിലാണ് എന്ത് വരുന്നത്, റീഡർ റൈറ്റർ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. As I have explained earlier, there will be different processes accessing the same file simultaneously. അപ്പോൾ ഒക്കെ ചെയ്യാമെന്നുള്ള ചില കേസസ് ആണ് ഞാൻ പറഞ്ഞത്. That is, the problem parameters can occur like this. That is, one set of data is shared among a number of processes. Okay, ഒരു സെയിം സെറ്റ് ഓഫ് ഡേറ്റ തന്നെ നമ്പർ ഓഫ് പ്രോസസ്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുന്ന കേസസിൽ ഒരെണ്ണം റീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, വേറൊരു പ്രോസസ്സ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന കേസിൽ ദ ക്യാൻ ഒക്കർ എ റീഡർ റൈറ്റർ പ്രോബ്ലം. ആൻഡ് നെക്സ്റ്റ് കേസസ്, once a writer is ready and it performs writing, and only one writer may write at a time. ഇനി ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഫയലിനെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ പ്രോസസ്സിനും അറ്റ് എ ടൈമിൽ സൈമിൾട്ടേനിയസിൽ ആ ഫയലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേഷൻസ് വരുത്താൻ പറ്റത്തില്ല. The next case is, if a process is writing, no other process can read it. അപ്ഡേഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത പ്രോസസ്സിന് ആ ഒരു ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ റീഡർ ഈസ് റീഡിങ്, നോ അതർ പ്രോസസ് ക്യാൻ റൈറ്റ്. ഓക്കെ, റീഡ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സിന് അറ്റ് എ ടൈം ഫയൽ ആക്സസ് ചെയ്യാം. പക്ഷേ ഒരെണ്ണം റീഡ് ചെയ്യാനും അടുത്തത് റൈറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനും പറ്റുള്ളൂ, റൈറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് പ്രോബ്ലം പാരാമീറ്റർ ഈസ്, റീഡേഴ്സ് മേ നോട്ട് റൈറ്റ് ആൻഡ് ഓൺലി റീഡ്. അപ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, റീഡ് ആൻഡ് റൈറ്റ്. റീഡേഴ്സിന് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദേ കനോട്ട് ഡു എനി ഓൾട്ടറേഷൻസ് ഇൻ ദ ഫയൽ. Next, we can check the algorithm for reader-writer problem, and in the algorithm we will be using
three variables, that is one is mutex. Mutex means for mutual exclusion, and write operation, WRT, for reading and writing. That is, it is a semaphore used for indicating reader and writer process. And next is a read count. Read count means it is used to store the number of processes performing in the critical session. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പാരാമീറ്റേഴ്സ് ആണ് ഇതിൽ, വേരിയബിൾസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. ആൻഡ് വെയ്റ്റ് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിക്രിമെൻറ്റ് ദ സെമാഫോർ വാല്യൂ, ആൻഡ് സിഗ്നൽ ഇസ് ഫോർ ഇൻക്രിമെൻറ്റിങ് ദ സെമാഫോർ വാല്യൂ. അപ്പോൾ നമ്മൾ നമ്മുടെ അൽഗോരിതത്തിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വിൽ ബി യൂസിങ് ത്രീ വേരിയബിൾസ്. ഒരെണ്ണം മ്യൂടെക്സ്. മ്യൂടെക്സ് എന്ന് പറയുന്നത് ടു റെപ്രസെൻറ്റ് ദ മ്യൂടെക്സ് mutual exclusion. That means if it is 1, the process can enter into the critical session, and if it is 0, no process can enter into the critical session. That means there is an active critical session process, so other process cannot enter into its critical session. Adine indicate cheyan vendittullana mutex. Then writer എന്ന് പറയുന്നത് it is a semaphore used for both reading and writing process. Then read count എന്ന് പറയുന്നത് it is to indicate the total number of processes performing in the critical session. Then നമ്മൾ രണ്ട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ഓഫ് ആൻഡ് സിഗ്നൽ ഓഫ്. വെയിറ്റ് ഓഫ് എന്ന് പറയുന്നത് സെമാഫോർ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുന്നതിനും, സിഗ്നൽ ഓഫ് എന്ന് പറയുന്നത് സെമാഫോർ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. So here is the algorithm for writer process. That means writer process work ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. And I have already told we will be using three variables for the algorithm, readers and writer. And the three variables are read count. Read count എന്ന് പറയുന്നത് it is to keep the count of the റീഡ് പ്രോസസ്സ്. നമ്മൾ അതിനകത്ത് റീഡ് ആൻഡ് റൈറ്റും ചെയ്യുന്ന പ്രോസസ്സിൻ്റെ കൗണ്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റീഡ് കൗണ്ട് യൂസ് ചെയ്യുക. ദെൻ മ്യൂടെക്സ് എന്ന് പറയുന്ന സെമാഫോർ വാല്യൂ ടു ഇൻഡിക്കേറ്റ് ദ മ്യൂടെക്സ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ആൻഡ് WRT ഈസ് ഓൾസോ എ സെമാഫോർ ആൻഡ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ വിൽ ബി 1. ഇപ്പോൾ റൈറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡു എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഈവൻ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്തായാലും അത് 1 ടൈം ഇറ്റ് വിൽ എക്സിക്യൂട്ട്. അപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ചെക്കിംഗ് ഫോർ ദ ക്രിട്ടിക്കൽ സെഷൻ. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ സെഷനിൽ എന്തെങ്കിലും ഇനിഷ്യൽ വാല്യൂസ് ഉണ്ടോയെന്ന്, വേറെ പ്രോസസ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് WRT. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഓഫ് WRT ഈസ് 1. സോ വി നോ ദാറ്റ് ക്രിട്ടിക്കൽ സെഷനിൽ വേറെ പ്രോസസ്സ് ഒന്നുമില്ല. സോ ദ പ്രോസസ് വിൽ എൻ്റർ ഇൻ ടു ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് ഇറ്റ് വിൽ ബി പെർഫോമിങ് ദ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ WRTയുടെ സെമാഫോറിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിട്ടിക്കൽ സെഷനിൽ വേറെ പ്രോസസ്സ് ഒന്നുമില്ലയെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് WRT എന്ന് പറയുന്ന സെമാഫോറിൻ്റെ വാല്യൂ വിൽ ബി ഡിക്രിമെൻറ്റഡ്, 0 ആകും. 0 ആകുന്നതിന് ശേഷം അത് ക്രിട്ടിക്കൽ സെഷൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ഓഫ് WRT മീൻസ് WRTയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് വിൽ ബി അലൗവിങ് അതർ പ്രോസസ് ടു എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്തതിന് ശേഷം ആ സെമാഫോറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ഫോർ അലൗവിങ് അതർ പ്രോസസ് ടു എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ. ആൻഡ് ഈ ഒരു പ്രോസസ്സ് എപ്പോഴെല്ലാം ട്രൂ ആയിരിക്കുന്നു ആ ടൈമിലെല്ലാം നമുക്കിതെന്ത് ചെയ്യാം? ആ ഫയലിനെ ആക്സസ് ചെയ്ത് അതിനകത്ത് റൈറ്റ് ചെയ്യാൻ പറ്റും. ഷെയർഡ് ഫയലിനെ ആക്സസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റും. So here is the structure for reader process, and here also we will be using 3 variables, that is the mutex, then read count and WRT. And we know that mutex and WRT are semaphores with initial value 1,
and read count is not a semaphore and its initial value will be 0. That is read count എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? read count ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് the number of read process occurred. റീഡ് പ്രോസസ്സ് ഓക്കർ ചെയ്ത ടോട്ടൽ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി റീഡ് പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല, സോ ഇറ്റ്സ് വാല്യൂ വിൽ ബി 0. അപ്പോൾ ഈ ഒരു 3 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ ഒരു അൽഗോരിതത്തിനകത്ത് നമുക്ക് ഈ ഒരു അൽഗോരിതത്തിനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് 5 statements, that is do mutex of weight of mutex, read count plus plus, if read count is equal to 1, weight of WRT. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം നമുക്ക് എൻട്രി സെക്ഷൻ എന്നും ദെൻ സിഗ്നൽ ഓഫ് മ്യൂടെക്സിനെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്നും ദെൻ ബാലൻസ് ഉള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും നമുക്ക് എക്സിറ്റ് സെക്ഷൻ എന്നും ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് എന്ത് പ്രോസസ്സാണ്? എൻട്രി പ്രോസസ്സ്. അപ്പോൾ ഈ എൻട്രി പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ഇൻ എ ഡു വൈൽ കണ്ടീഷൻ. സോ ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ഓർ ഫോൾസ്, വൺ ടൈം ഇത് പ്രോസസ്സ് ചെയ്യും. ദാറ്റ് ഈസ് ഡു വൈൽ പ്രോസസ്സ്. ഡു വൈലിൻ്റെ ഒരു രീതിയാണ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്, അത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ചെക്കിംഗ് വെയ്റ്റ് ഓഫ് മ്യൂടെക്സ്. വെയ്റ്റ് ഓഫ് മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂടെക്സിൻ്റെ വാല്യൂ, ദാറ്റ് ഇസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. ഇനിഷ്യലി ഇറ്റ്സ് വാല്യൂ ഇസ് 1. അപ്പോൾ ഇനിഷ്യലി വാല്യൂ 1 ആയതുകൊണ്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നോ അതർ പ്രോസസ് ഈസ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഫ്രീ. സോ ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദാറ്റ് ഈസ് ഒരു കൗണ്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റീഡ് പ്രോസസ്സ് എൻ്റർ ചെയ്യുവാണ്. നമുക്ക് എന്ത് ചെയ്യണം? റീഡ് കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. കാരണം ഒരു റീഡ് പ്രോസസ്സ് എൻ്റർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ വാല്യൂ വിൽ ബി ഡിക്രിമെൻറ്റഡ് ടു 0. 1 മൈനസ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? വേറെ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇഫ് റീഡ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1. റീഡ് കൗണ്ട് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഡ് കൗണ്ട് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീഡ് പ്രോസസ്സ് എൻ്റർ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് റീഡ് പ്രോസസ്സിൻ്റെ ഒരു വർക്കാണ്, അതിൻ്റെ ഒരു വർക്കാണ് എന്ത് ചെയ്യണം? റൈറ്റ് പ്രോസസ്സിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാനുള്ളതിൻ്റെ നമ്മളതെന്ത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഇഫ് റീഡ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1, ദെൻ വെയ്റ്റ് ഓഫ് WRT. WRTയുടെ ഇനിഷ്യൽ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കണം? 0 ആക്കണം. 0 ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? വെയ്റ്റ് ഓഫ് WRT ഇനിഷ്യൽ വാല്യൂ ഇസ് 1. അപ്പോൾ അതിനെ നമ്മൾ 0 ആക്കി കഴിഞ്ഞാൽ നോ റൈറ്റ് പ്രോസസ് ക്യാൻ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ. അപ്പോൾ നമ്മൾ റീഡ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഒരു റൈറ്റ് പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വെയ്റ്റ് ഓഫ് WRT. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ഓഫ് മ്യൂടെക്സ് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് റീഡിംഗ് പ്രോസസ് ക്യാൻ ഒക്കർ. ഇനി ഈ ഒരു പ്രോസസ്സ്, ഒരു റീഡ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വേറെ റീഡിംഗ് പ്രോസസ്സിന് എൻ്റർ ചെയ്യാം, പക്ഷേ റൈറ്റിംഗ് പ്രോസസ്സിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് റീഡിംഗ് പ്രോസസ്സിന് ഓൺലി ദ ഫസ്റ്റ് റീഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു ജോബാണ് എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് പ്രോസസ്സിനെ ക്രിട്ടിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ WRTയുടെ കൗണ്ട് 0 ആക്കേണ്ട ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ഇതും റീഡ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ, ദാറ്റ് ഈസ് റീഡ് പ്രോസസ്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ടുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വെയ്റ്റ് ഓഫ് മ്യൂടെക്സ് ആൻഡ് റീഡ് കൗണ്ട് മൈനസ്. ദെൻ ഇഫ് റീഡ് കൗണ്ട് ഇസ് ഈക്വൽ ടു 0, സിഗ്നൽ ഓഫ് WRT. ഇനി റീഡ് കൗണ്ട് 0 ആകുന്ന സമയത്ത് നമുക്ക് റൈറ്റ് പ്രോസസ്സിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് WRTയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിഗ്നൽ ഓഫ് മ്യൂടെക്സിൻ്റെ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ടു
1 for other read values to enter into the critical section. And this will ഈ ലൂപ്പ് ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സിറ്റ് സെക്ഷൻ ഒന്നും കൂടെ നോക്കാം. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് മ്യൂടെക്സ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ, ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വെയിറ്റ് ഓഫ് മ്യൂടെക്സ്. ഇപ്പോൾ വെയിറ്റ് ഓഫ് മ്യൂടെക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇനിഷ്യൽ വാല്യൂ അല്ല, നമ്മൾ അതിനെ 0 ആക്കിയിരുന്നു. അതിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ആ ഒരു റീഡിംഗ് പ്രോസസ്സ് പെർഫോം ചെയ്യുന്ന സമയത്താണ് സിഗ്നൽ ഓഫ് മ്യൂടെക്സ്. ദെൻ അപ്പോൾ ഈ സിഗ്നൽ ഓഫ് മ്യൂടെക്സിൽ എന്താ ചെയ്യുന്നത്? മ്യൂടെക്സിൻ്റെ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1. ദെൻ നമ്മൾ വെയിറ്റ് ഓഫ് മ്യൂടെക്സ് ചെക്ക് ചെയ്യും. വെയിറ്റ് ഓഫ് മ്യൂടെക്സ് മീൻസ് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. ക്രിട്ടിക്കൽ സെക്ഷൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ. ദെൻ റീഡ് കൗണ്ട് മൈനസ് ചെയ്യും. ദാറ്റ് ഈസ് ഒരു റീഡ് പ്രോസസ്സ് എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ റീഡ് കൗണ്ടിൻ്റെ കൗണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, റീഡ് കൗണ്ട് 0 ആകും. ആൻഡ് ഇഫ് റീഡ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0, റീഡ് കൗണ്ട് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ സെക്ഷനിൽ അതിനകത്ത് വേറെ പ്രോസസ്സൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽ ഓഫ് WRT. സിഗ്നൽ ഓഫ് WRT എന്ന് പറഞ്ഞാൽ WRTയുടെ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ടു 1. നമ്മൾ ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്ത സമയത്ത് WRTയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിവിടെ സിഗ്നൽ ഓഫ് WRT ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ 0 എന്നുള്ളത് +1 ചെയ്ത് WRTയുടെ വാല്യൂ വിൽ ബി സെറ്റ് ടു 1. 1 ആകുമ്പോൾ മാത്രമേ ഒരു റൈറ്റ് പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡ് പ്രോസസ്സ് എല്ലാം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് സിഗ്നൽ ഓഫ് മ്യൂടെക്സ്. അപ്പോൾ അടുത്തൊരു പ്രോസസ്സിനും കൂടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിഗ്നൽ ഓഫ് മ്യൂടെക്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മ്യൂടെക്സിൻ്റെ വാല്യൂ വിൽ ബി അഗെയിൻ സെറ്റ് ടു 1. ഇപ്പോൾ നമുക്ക് WRTയുടെ വാല്യൂവും സെറ്റ് ടു 1 ആണ്, മ്യൂടെക്സിൻ്റെ വാല്യൂവും സെറ്റ് ടു 1 ആണ്. അപ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നോ പ്രോസസ് ഈസ് ഇൻ ദ ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് a read operation or the write operation can enter into the critical section. Okay, ഈ ഒരു അൽഗോരിതം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഫോർ റീഡർ പ്രോസസ്സ്. ഓക്കെ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് മ്യൂടെക്സ്. മ്യൂടെക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ ചെക്ക് ചെയ്യും. ഇനിഷ്യൽ വാല്യൂ എന്താണ്? 1 ആണ്. സോ ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് റീഡ് പ്രോസസ്സിൻ്റെ ദാറ്റ് ഈസ് ഒരു റീഡ് പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കൗണ്ട് എന്ത് ചെയ്യുന്നത്? ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റീഡ് പ്രോസസ്സിന് ഒന്നിൽ കൂടുതൽ റീഡ് പ്രോസസ്സിന് അറ്റ് എ ടൈം ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വി ആർ കീപ്പിംഗ് എ കൗണ്ട് ഫോർ ദ റീഡ് പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ റീഡ് പ്രോസസ്സിൻ്റെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ആൻഡ് റീഡ് പ്രോസസ്സ് നമ്മൾ ഒന്നിൽ കൂടുതൽ റീഡ് പ്രോസസ്സ് ചെയ്താലും ഒരു റീഡ് പ്രോസസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് ഇഫ് റീഡ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1. ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ റീഡിങ് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? റൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റിൻ്റെ കൗണ്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്ത് അതിനെ വെയിറ്റ് പ്രോസസ്സിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? സിഗ്നൽ മ്യൂടെക്സ് ദാറ്റ് ഈസ് നമുക്കത് റീഡ് പ്രോസസ്സ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ഓഫ് മ്യൂടെക്സ്. വെയിറ്റ് ഓഫ് മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ ആ മ്യൂടെക്സിൻ്റെ വാല്യൂ വിൽ ബി അഗെയിൻ സെറ്റ് ടു 0. വെയിറ്റ് മ്യൂടെക്സിൻ്റെ വാല്യൂ 0 ആക്കി കഴിഞ്ഞാൽ റീഡ് കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണം. ആൻഡ് ഇഫ് റീഡ് കൗണ്ട് ഇസ് 0, ദാറ്റ് ഈസ് ഇപ്പോൾ ക്രിട്ടിക്കൽ സെഷനിൽ റീഡിങ് പ്രോസസ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ WRTയുടെ കൗണ്ട് എന്താക്കണം? 1 ആക്കണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം.
ദെൻ മ്യൂടെക്സിൻ്റെ കൗണ്ടും എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് ദ പ്രോസസ് ഫോർ റീഡർ പ്രോസസ്സ്. ഇതാണ് ഒരു റീഡർ പ്രോസസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. So an assignment question connected with this topic is explain the reader-writer problem in classical problem of synchronization. Write the question and answer in your notebook and forward the pictures to the email ID provided to you. Thank you.